എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ കുറേ വീഡിയോസ് ഞാൻ കളയാനെടുത്തേ. ആ സമയത്താണ് നമ്മൾ ഇടുമ്പൻകോലി പോയപ്പോൾ കുറേ ലോങ് വീഡിയോ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് കുറേ വീഡിയോ എടുത്തേ. പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ ലോങ് വീഡിയോ അധികം ആരും കാണാറില്ല, അതുകൊണ്ട് തന്നെ അത് ഇടണ്ട എന്നൊക്കെ കരുതി ഡിലീറ്റ് ചെയ്യാൻ നേരത്തെ എടുത്തപ്പം എന്തോ ഒരു വിഷമം. അന്ന് കാര്യമായിട്ട് എടുത്ത വീഡിയോസ് അല്ലേ, അതിപ്പോൾ കളയാനൊരു ഭയങ്കര വിഷമം. എന്നാൽ പിന്നെ കുറച്ച് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിടാമെന്ന് കരുതി. എത്ര നേരം അത് കണ്ടുകൊണ്ടിരിക്കുക ആളുകൾ. അതുകൊണ്ട് ഞാൻ ആദ്യം പറയട്ടെ, ഇതിൻ്റെ അകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. കുറേ വിഷ്വൽസ് ഇങ്ങനെ കാണിച്ച് പോകുന്നു. അതുകൊണ്ട് ടൈം ഇല്ലാത്ത ആരും ഇത് കണ്ട് ടൈം കളയണ്ട. ടൈമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് കണ്ടോ. കുറേ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു പോകും, അതും റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ കണ്ടുപോകും. എന്നെങ്കിലും എനിക്കിനി കാണാമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം എടുത്തിടുന്നതാണ്. പിന്നെ ഭയങ്കര ഒരു മിസ്സിങ് ആണ്. ഇപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുമ്പം എന്തോ ആ 2-3 ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള 2-3 ദിവസമായിരുന്നു. കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചാണ് പളനി പോകണം. എൻ്റെ ചെറുതിലേ മുതൽ എനിക്ക് ആഗ്രഹമായിരുന്നു പളനി പോകണം. പളനി പോയി മുട്ട അടിക്കണമെന്നൊക്കെ അന്നേ ഞാനിങ്ങനെ എൻ്റെ അമ്മയോടൊക്കെ പറയുന്നത്. അങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് പോയപ്പം ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം എനിക്ക് അവിടുന്ന് പോയി തിരിച്ച് വരുന്നിടം വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ ഞാനാണോ കയറിയെന്ന് ഓർക്കുമ്പം എനിക്കിപ്പം ഭയങ്കര അതിശയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ തലേദിവസമാണ് നമ്മൾ പളനിയിൽ പോയത്. ആ പളനിയിൽ പോയി തന്നെ സ്റ്റെപ്പ് കയറിയപ്പോൾ നല്ല കാലുവേദന. പിറ്റേ ദിവസം ഈ സ്റ്റെപ്പ് കയറിയപ്പം അത്യാവശ്യം കാലുവേദന ഉണ്ടായിരുന്നു. കയറാൻ പറ്റുന്നതാണ്, പക്ഷേ കാലുവേദന ഭയങ്കരമായിരുന്നു കേട്ടോ. ആ കാണുന്നത് ഒരു പാർക്കിംഗ് ഏരിയ ആണ്, കുറേ വണ്ടികളുണ്ട് കേട്ടോ. പിന്നെ അവിടെയാണ് പളനി. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവർക്കും അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പളനി കയറുമ്പം വേറൊരു വൈബാണ്, ഭയങ്കര ഭക്തി, കുറേ ആളുകൾ, അത്യാവശ്യത്തിലധികം ബഹളം. അതേസമയത്ത് ഇടുമ്പൻകോലി കയറുമ്പോൾ കേട്ടോ ഭയങ്കര ശാന്തതയാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കയറുമ്പോൾ കുറച്ച് 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ അവിടെ. നമ്മളെ കൂടാതെ വേറെ ഒത്തിരി ആളുകളൊന്നുമില്ല. അതും മലയാളികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയില്ല. തമിഴന്മാർ കുറവായിരുന്നു അവിടെ. അത് എനിക്ക് ഭയങ്കര അങ്ങനെ ആ ഒരു സ്ഥലത്ത്, അവരുടെ സ്ഥലത്ത് അവർ കുറവാണ്, നമ്മൾ മാത്രമാണ് കൂടുതൽ. പിന്നെ ഇപ്പം ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഞാൻ ഓർക്കുകയാണെങ്കിൽ അന്ന് നല്ലൊരു മഴയൊക്കെ പെയ്തിരുന്നെങ്കിൽ, അന്ന് മഴ പെയ്യുമെന്ന് ഓർത്ത് ടെൻഷനാണെങ്കിൽ ഇന്ന് ഓർക്കുകയാണ് എന്താ നല്ലൊരു മഴ പെയ്തിരുന്നെങ്കിൽ നല്ല രസമുണ്ടെന്നൊക്കെ ഓർത്ത്. ഈ സ്റ്റെപ്പൊക്കെ കയറി അവിടെ ചെന്ന്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വലിയ വലിയ ദൈവങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് ഭയങ്കര വയറൊക്കെ വെച്ചിട്ടുള്ള ദൈവങ്ങളും, ഗുണ്ട് ദൈവങ്ങളും, നല്ല ഹൈറ്റുള്ള ദൈവങ്ങളും, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള ദൈവങ്ങളെയൊക്കെ കാണുന്നത് തന്നെ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കുറേ അധികം കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ നമ്മൾ നേർച്ച പറയില്ലേ, ഇനിയും ഈ കാര്യങ്ങളൊക്കെ നടന്നാൽ ഇനിയും വരുമെന്ന്. അങ്ങനെ ഞാൻ കുറേ നേർച്ചയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയും ഞാൻ ആ സ്ഥലത്തോട്ട് ചെല്ലാൻ വേണ്ടി ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ച ട്രിക്കായിരിക്കും. അല്ലെങ്കിൽ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പളനി പോകണം, അത് സാധിച്ചു. ഇനി ഞാൻ വെറുതെ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലണമെന്ന് ഉള്ളിനുള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. നടന്നു കഴിഞ്ഞാൽ പോകാമല്ലോ. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പറയുന്നു അതിൻ്റെ പുറകിലോട്ടൊക്കെ നമുക്ക് കയറാൻ പറ്റുമായിരുന്നെന്നേ. പക്ഷെ ഞാൻ അന്ന് നോക്കിയില്ല. ആ കണ്ട സന്തോഷത്തെ ചുറ്റും കണ്ടിങ്ങി ഇറങ്ങി. പിന്നീട് ഓർത്തു കയറാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ വെറുതെ കയറി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഓർത്തേ. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴും എനിക്കിങ്ങനെ മലപ്രദേശം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും ഇവിടുന്ന് ഇറങ്ങി വരാൻ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പതിയെയാണ് ഞാൻ ഇറങ്ങി വന്നത്. നോക്കിക്കേ എന്ത് രസമാണ്, നല്ല രസമല്ലേ. കണ്ട് ഈ പാർക്കിംഗ് ഏരിയയൊക്കെ ഞാൻ നേരത്തെയും കാണിച്ചാണ്. ഇതൊക്കെ തന്നെ ഉള്ളൂ വീണ്ടും ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അന്ന് അവിടെ നിന്നൊരു കുട വാങ്ങിയിരുന്നു. ഒരു കുട ബ്ലാക്ക്, അതിൻ്റെ പിടി മാത്രം ബ്ലൂ. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ അത് അവിടെ ഒന്നും കളഞ്ഞിട്ട് വരരുത്, വീട്ടിൽ കൊണ്ടുവരണം, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന്. വെറുതെ ആട്ടോ ഞാൻ കൊണ്ടു കൊടുത്തു. അത് മടക്കി ന്യൂസ് പേപ്പറൊക്കെ പൊതിഞ്ഞ് അതേപോലെ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല, എനിക്ക് പണ്ട് തൊട്ടേ തമിഴ്നാട്ടിൽ പോകണം, തമിഴ് ആൾക്കാരോടൊക്കെ ഒരു പ്രത്യേകതരം അറ്റാച്ച്മെൻറ്റാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ അവിടുത്തെ ബസ്, അവിടുത്തെ ഫ്ലെക്സൊക്കെ കാണണം, എന്ത് വലുതാണെന്നറിയോ. കുറേ പ്രിൻറ്റിങ് ഉണ്ട്, കുറേ ആ ഒരു പ്രിൻ്റ് തന്നെ കുറേ ആൾക്കാരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട്. പിന്നെ വൈകുന്നേരമായി, നേരെ റെയിൽവേ സ്റ്റേഷൻ വന്നു, ടിക്കറ്റൊക്കെ എടുത്തു. അവിടുന്ന് തന്നെ ഞാൻ സ്നാക്സൊക്കെ വാങ്ങിയിട്ടാണ് കയറിയത്. അകത്തോട്ട് പോയാൽ കിട്ടത്തില്ലല്ലോ എന്ന് ഓർത്ത് സ്നാക്സൊക്കെ മേടിച്ച് കയറി. പ്ലാറ്റ്ഫോമിലെത്തി. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പറൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടെ. എനിക്ക് നമ്മുടെ ഇവിടെ എഴുതി വെച്ചേക്കുന്ന പോലെ അല്ല അവിടെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ കുറച്ച് കൺഫ്യൂഷനൊക്കെ വന്നിട്ട് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് പശുവിനെയും കുതിരയാണ് കേട്ടോ. പിന്നെ ചില പശുവിൻ്റെ മൂക്കും നമ്മുടെ കാലില്ലേ, അതിൻ്റെ കാലും തമ്മിലിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. ഒന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ആരോടാ ചോദിക്കുക,
തമിഴൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുവാണേ. അങ്ങനെയൊക്കെയാണ് ഞാൻ അവിടെ തമിഴ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കത് ആരോടും ചോദിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ളതിനെ ഞാൻ കാണിച്ചു തരാം. ഇത് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ലേറ്റായി ട്രെയിന്. ആ സമയത്ത് അവിടെ ഇവിടെയൊക്കെ പടക്കം പൊട്ടിക്കുന്നുണ്ട്, ദീപങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം കാർത്തിക എന്നുള്ള കാര്യം ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ട്രെയിൻ ഇറങ്ങിയിട്ടാണ് ഞാൻ അറിഞ്ഞത് കാർത്തികയാണ്. അപ്പോൾ ഓർത്തു അതും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. ട്രെയിനിൽ കയറി കുറേ സമയം കഴിഞ്ഞ് കഴിക്കാമെന്ന് മേടിച്ച സാധനം കയറിയപ്പോൾ തന്നെ ഞാൻ കഴിച്ച് തീർത്തു കേട്ടോ. ആ കഴിച്ച് തീർത്തപ്പോൾ ഒരു സന്തോഷം, ഇനി കിടന്ന് ഉറങ്ങാമല്ലോ എന്ന്. നേരെ ഉറങ്ങി എഴുന്നേറ്റ് എറണാകുളത്ത് ഇറങ്ങി നേരെ സുരേഷ് ഏട്ടൻ്റെ തട്ടുകടയിൽ പോയി പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ട്